ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഞാനിന്ന് ഫോൺ തുറന്ന സമയത്ത് കണ്ടൊരു അതീവ ദുഃഖകരമായൊരു വാർത്ത കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ, സംഭവം നമ്മളിപ്പോൾ മക്കളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മക്കൾ ഇങ്ങനെ കരയാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഫോൺ കൊടുക്കുമല്ലോ. പക്ഷേ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നിട്ട്. അതായത് നമ്മൾ സാധാരണ ഉമ്മമാർ ഫോണായിരിക്കും എപ്പോഴും മക്കൾ എടുക്കുക. അപ്പോൾ അന്ന് പതിവ് പോലെ തന്നെ ഈ മോന് ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട്. അപ്പോൾ അവന് എന്ന് ഈ ഫോണിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഫോൺ വാങ്ങുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഭയങ്കര ദേഷ്യപ്പെട്ട് ഞാൻ ഫോൺ തരൂല്ല, അങ്ങനെയൊക്കെ ഭയങ്കര പഠനത്തിൽ പിന്നോട്ട്, കൂടുതലായിട്ട് ദേഷ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോണ് കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാവുമല്ലോ അല്ലേ. അഡിക്റ്റായി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന അടയാളം തന്നെയാണ് ദേഷ്യം. ഫോൺ വാങ്ങുന്ന സമയത്ത് ഭയങ്കര ദേഷ്യപ്പെടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞാൻ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴും എന്തൊക്കെ തന്നെ ആകുമ്പോഴും നമ്മൾ ഫോൺ കൊടുക്കും. ഫോൺ കൊടുത്തിട്ട് കുട്ടികളങ്ങനെ കണ്ട് വീഡിയോസ് റീൽസ് കണ്ടതിന് ശേഷം ഇങ്ങനെ കുട്ടികളിങ്ങനെ ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ രക്ഷിതാക്കളും. ഒരുവിധം എന്ന് വെച്ചാൽ ഒരു 90% ആളുകളും അങ്ങനെയൊക്കെ തന്നെ. ഒരു 10% ആളുകൾ മാത്രമേ അതിൽ കുറച്ചൊരു ഇത് കാണിക്കണുള്ളൂ കേട്ടോ. കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് മാത്രം കളിക്കട്ടെ, ഫോണിൻ്റെ ഉപയോഗം കുറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെന്തായിട്ട് നമ്മളെ പണി വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും വേണ്ടിയിട്ട് വേഗം ഫോൺ കൊണ്ട് കൊടുത്തിട്ട് നമ്മളെ ജോലി എടുക്കും. വീട്ടു ജോലിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫോൺ എടുത്ത പോലെ അവിടെ ഇരുന്നോളുമല്ലോ. മറ്റേത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടായി നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോൺ കൊടുത്തു. അങ്ങനെ കുട്ടി ഫോണിൻ്റെ അഡിക്റ്റായി മാറിക്കഴിയാണ്. അപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്നും ഉമ്മയുടെ ഫോൺ എടുത്ത് കളിച്ച് കുട്ടി അതിന് അഡിക്റ്റായി മാറി. ഒരു ദിവസം വെച്ചാൽ ഇന്നലെ ആയിരിക്കും, ആ കുട്ടി സ്കൂൾ വിട്ട് വന്ന സമയത്ത് ഉമ്മ ഫോൺ കൊടുത്തില്ല. എവിടെ ഫോണ് എന്ന് ഈ കുട്ടി ദേഷ്യത്തോട് ചോദിക്കുകയാണ്. എന്തിനാ ഫോണ് നിനക്ക്? എനിക്ക് ഫോണ് കിട്ടണം. കുട്ടി ദേഷ്യത്തോടു കൂടി പറയണേ, എനിക്ക് ഫോണ് തരൂലേ. അപ്പോൾ ഫോൺ എന്തായാലും സംഭവം അവൻ്റെ കയ്യിൽ കിട്ടി. എന്നാൽ ഇതിന് ലോക്ക് മാറ്റിയേക്കണം ഉമ്മ. എത്രയൊക്കെ തന്നെ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഉമ്മ ലോക്ക് മാറ്റി കഴിഞ്ഞു. കാരണം എപ്പോഴും ഇത് തന്നെയല്ലേ, ഈ ഫോണിൽ അഡിക്റ്റായി ഇങ്ങനെ എപ്പോഴും ഇവന് ഗെയിമിംഗ് ആയിട്ട് ഓരോന്നായിട്ടും ഇങ്ങനെ കണ്ട് ഭയങ്കര ദേഷ്യം, പഠനത്തിന് കുറേ പിന്നോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉമ്മ ലോക്ക് മാറ്റിയത്. ലോക്ക് മാറ്റിയിട്ട് കുട്ടിക്ക് ഒരു വിധത്തിൽ ഇത് തുറക്കാൻ കഴിയണില്ല. അത് മാത്രമല്ല, കുട്ടിക്ക് എന്തൊക്കെയോ മാനസികമായിട്ടായി. എന്നാൽ അല്പസമയത്ത് കഴിഞ്ഞപ്പോഴൊരു വാർത്ത, അതായത് കേട്ടത്, അതെ, ആ കുട്ടി ജീവനൊടുക്കിയെന്നാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ അല്ലേ. നമ്മൾ കൊടുത്തിട്ട് തന്നെയാണ്, ശരിയാണ്. ഫോൺ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടാണല്ലോ മക്കൾക്ക് ഫോൺ ഇട്ടുള്ളത്, ശരിയാണ്. അതിൽ അഡിക്റ്റായി മക്കൾ കണ്ട് പിന്നെ ഓരോ സാധാരണ വീഡിയോസ്, പിന്നെ ഗെയിമിംഗ് ചാനൽ, അങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ആ ഒരു പൊന്നു മോനെ ആ ഒരു വീട്ടുകാർക്ക് നഷ്ടപ്പെട്ട ആ ഒരു ദയനീയമായ വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും പഠിച്ചവനെ, എത്രമാത്രം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ആയിരിക്കും നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്, നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നതല്ലേ. 9ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കേടുപാടുകളും കുട്ടിത്തൊക്കെ വിട്ട് നല്ലൊരു യുവാവാകാൻ ഒരുങ്ങുന്നൊരു ടൈം ഇങ്ങനെ ആയി തുടങ്ങുകയാണല്ലോ അല്ലേ. ഒരു ചെറുപ്രായമൊക്കെ ഇങ്ങനെ വിട്ട് കുട്ടികളെയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയത്ത് ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറഞ്ഞ് എത്ര ഒരു സങ്കടമായിരിക്കും. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി, വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഫോണ്, നമ്മുടെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്, കൂടുതലായിട്ട് വാങ്ങുമ്പോൾ ദേഷ്യം പിടിക്കുക, അറിയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് വേണം, ഒരു കൗൺസിലിങ് കൊടുക്കണ ഏറ്റവും നല്ലതാണ് കേട്ടോ. കൗൺസിലിങ് കൊടുത്തതിൻ്റെ ശേഷം കുറേയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പറയണത്. അപ്പോൾ അല്ലെങ്കിൽ എന്തായി തീരും, കുട്ടി ടെൻഷനായി, ഫോണ് കിട്ടാതായി, ഇങ്ങനത്തെ കടുങ്കൈ ചെയ്ത് നമ്മളെ മാതാപിതാക്കൾക്ക് എന്നേക്കും അവരുടെ ജീവിതത്തിൽ പിന്നെ എന്തൊരു സന്തോഷമുള്ളത്, പിന്നെ എന്തൊരു സമാധാനമുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് അള്ളാഹുവെ ഒരു നിമിഷം നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇല്ലാതാവുക, അതും സ്വയം ജീവൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കായാലും വല്ലാത്തൊരു വിഷമവും സങ്കടമൊക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ. എന്തായാലും ആ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുക. കഴിയുന്നതും കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. പല ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഫോൺ കൊടുക്കില്ല,
ഫോൺ കൊടുക്കേണ്ട പരിപാടിയേ ഇല്ല. പക്ഷേ പലരും ഉമ്മമാരെ ഫോൺ എടുക്കും, ഉപ്പമാരത് പേടിയായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലരാണെങ്കിൽ ഉപ്പമാരെ ഫോൺ എടുക്കും, ഉമ്മമാരത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഫോൺ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയില്ല, എൻ്റെ കുട്ടികൾക്ക് ഫോൺ കളിക്കാൻ കൊടുക്കുകയില്ല ഞങ്ങൾ. അവർ കളിക്കട്ടെ, അവർ ഷട്ടിൽ ബാറ്റ് കളിക്കട്ടെ, അതുപോലെ തന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള കായികമായ അങ്ങനത്തെ ഇഷ്ടംപോലെ കളിക്കാനൊക്കെ ഉണ്ടല്ലോ, ഓല അങ്ങനെ കളിക്കട്ടെ, അല്ലാതെ ഫോണിൽ നോക്കി ഇരുന്നിരുന്നിട്ട് അതിൽ ഗെയിമൊന്നും കളിയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞൊരു ഫാമിലിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ പൊന്നുമക്കളെയും. നമ്മുടെ പൊന്നുമക്കൾക്ക് അള്ളാഹു മെമ്മറി പവർ നൽകട്ടെ. അതായത് അവർക്ക് പഠനത്തിലൊക്കെ പിന്നോട്ട് പോവും, അവർക്ക് മനസ്സിലാകട്ടെ ഇതൊരിക്കലും നല്ലതല്ല, ഇതുകൊണ്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാകട്ടെ. പല സൈറ്റുകളോ എന്തൊക്കെ പിന്നെ പറഞ്ഞു കേട്ടിരുന്നു, ഗെയിമിംഗ് ചാനൽ അങ്ങനെ കുറേ ക്യാഷ് നഷ്ടപ്പെട്ട കഥ, അതുപോലെ തന്നെ ഫോട്ടോ ലൈംഗികമായിട്ടൊക്കെ അങ്ങനത്തെ പല ഐറ്റംസ്, അങ്ങനെ വീട്ടുകാരറിയുന്നത് ഭയന്ന്, അതും ഒരു എന്താ പറയുക, ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടി, ആ കുട്ടി ഫോണിന് അഡിക്റ്റ് ആയിട്ട് ഫോട്ടോസ് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കലൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബിസിനസ്സാണത്. പിന്നീട് ഇത് വീട്ടുകാരറിയുമെന്ന് കരുതിയിട്ട് ആ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയും ആത്മഹത്യ ചെയ്തതായിട്ട് കേട്ടു. ഒക്കെ ഈ ഫോൺ കൊണ്ടാണ്. അപ്പോൾ കാരണം വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്ത് മോശമാണെന്ന് കരുതിയിട്ട് ആകെപ്പാടെ ടെൻഷനായിട്ട് ഇത് ഈ കുട്ടി ഫോണ് കിട്ടാതായിട്ട്, ലോക്ക് തുറക്കാൻ കഴിയണില്ല, എൻ്റെ ഉമ്മ ലോക്ക് മാറ്റി കഴിഞ്ഞു, ഇനി എന്ത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ എന്തൊക്കെ തന്നെയാലും ഭയങ്കര ഒരു ടെൻഷനും വിഷമമുള്ള സംഭവമാണിത്. ഇത് കേട്ടപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും നമ്മളെ മക്കളെ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ദേഷ്യം വാശി ഇങ്ങനെ ഫോണൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുട്ടി ഫോണിന് അഡിക്റ്റായി കഴിഞ്ഞു. ഇനിയും നമ്മളെ കുട്ടിയെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മളേറെ പ്രതീക്ഷയോടെ, നമ്മളെല്ലാം സമ്പാദിക്കുന്നതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. നമ്മുടെ മക്കൾക്ക് വേണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, മക്കൾ വളരണം, മക്കൾ പഠിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നതും എന്തിനു വേണ്ടി പോകുന്നതൊക്കെ. ആ മക്കളൊരു നിമിഷം ഇങ്ങനെ ആയി പോകുമെന്ന് പറഞ്ഞാൽ എത്രമാത്രം സങ്കടമായിരിക്കും അല്ലേ. ഏതായാലും കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ, നമ്മളെ എല്ലാ ഉമ്മമാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ എത്ര പ്രതീക്ഷയോടെയല്ലേ മക്കളെ വളർത്തുന്നത്. റബ്ബേ, ഈ ഒരു നിമിഷം ഒരു അസുഖമില്ലാത്ത കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എത്ര വിഷമമുണ്ടാവും. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ ഇനി ഒരു പരീക്ഷണങ്ങളും കൊടുക്കാതിരിക്കട്ടെ. അവരുടെയും നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മക്കളെ പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉപ്പയുടെ ചാനലാണ്, ഇപ്പോൾ ഞാനാണിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.